വയനാടിനായി 2219 കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ച് സംസ്ഥാന സർക്കാർ PDNA റിപ്പോർട്ട് സമർപ്പിച്ചത് നവംബർ 13 മാത്രമെന്ന് കേന്ദ്രം. നവംബർ 16 തന്നെ 153.4 കോടി രൂപ അനുവദിച്ചതായും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. വ്യോമസേനയുടെ ചെലവിനും സഹായവും കേന്ദ്രം നൽകും. അതിനിടെ ദുരന്ത മേഖലയിലെ LDF UDF ഹർത്താലിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. വയനാട് ദുരന്തത്തിന്റെ നഷ്ടം കണക്കാക്കി 2219 കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ച് സംസ്ഥാന സർക്കാർ PDNA റിപ്പോർട്ട് സമർപ്പിച്ചത് നവംബർ 13 കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. 153.4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ചട്ടപ്രകാരമുള്ള തുടർ നടപടികൾ ഇക്കാര്യത്തിൽ നടക്കുന്നതായും കേന്ദ്രം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ദുരന്ത നിവാരണ മേഖലയിലെ വ്യോമസേനയുടെ പ്രവർത്തന ചെലവിനുള്ള സഹായം കൂടാതെ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ഉപകരണങ്ങളുടെ ചെലവിനത്തിലും സഹായം നൽകാനും ഉന്നതാധികാര സമിതി ഈ മാസം 16 യോഗം ചേർന്ന് തീരുമാനമെടുത്തതായി കേന്ദ്രം വ്യക്തമാക്കി. ഇതുപ്രകാരം സംസ്ഥാന സർക്കാർ മുൻപ് വാദമുന്നയിച്ചതുപോലെ വ്യോമസേനയുടെ ബില്ലിന് സംസ്ഥാനം തുക കണ്ടെത്തേണ്ടി വരില്ല. പകരം കേന്ദ്ര ഫണ്ടിൽ ഈ തുക വകയിരുത്തിയിട്ടുണ്ട്. നിലവിൽ SDRF ഫണ്ടിൽ ബാക്കി നിൽക്കുന്ന തുക ചെലവഴിക്കുന്നതിന് ആനുപാതികമായി കേന്ദ്രം സഹായധനം കൈമാറും. അതിനിടെ വയനാട്ടിൽ ഈ മാസം 19 ഇടതു വലതു മുന്നണികൾ നടത്തിയ ഹർത്താലിനെ അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചു. നിരുത്തരവാദപരമായ സമീപനമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും കോടതി ചോദ്യമുന്നയിച്ചു. അധികാരത്തിലിരിക്കുന്ന LDFും ഹർത്താൽ നടത്തിയത് എന്തിനെന്ന് ചോദിച്ച കോടതി ദുരന്തം സംഭവിച്ച മേഖലയിലാണ് ഹർത്താൽ നടത്തിയതെന്നും ഇത് നിരാശപ്പെടുത്തുന്നതാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം മലയോര മേഖലയിൽ ഉൾക്കൊള്ളാനാവുന്ന പരമാവധി ശേഷിയെ സംബന്ധിച്ച് പഠനം നടത്തണമെന്ന് അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി.